കർണാടക ബെല്ലാരിയിലെ റെസിഡൻഷ്യൽ സ്കൂളിലെ ഒരു കുട്ടി ഉറങ്ങിക്കിടന്ന മറ്റൊരു കുട്ടിയെ തലയ്ക്കടിച്ച് കൊന്ന വാർത്ത വരുന്നുണ്ട്. ഇരുമ്പ് വടിക്കാണ് അടിച്ചതെന്ന് പറയുന്നു. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ വാർഡനും പരിക്കേറ്റിട്ടുണ്ട്. ബെല്ലാരിയിലെ റെസിഡൻഷ്യൽ ഇൻ്റർനാഷണൽ ഗുരുകുലം ഇൻ്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഹോസ്റ്റലിലാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടായത്. കുട്ടികളെല്ലാവരും വൈകിട്ട് ആഹാരം കഴിച്ച ശേഷം അവരെല്ലാവരും ഉറങ്ങാനായിട്ട് അനുവദിച്ചു. അവരെല്ലാം പോയി ഉറങ്ങാൻ കിടന്ന സന്ദർഭത്തിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ തലക്കിട്ടാണ് ഇരുമ്പ് വടി കൊണ്ട് സഹപാഠി അടിച്ച് അയാളെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നു. അത് തടയാൻ ശ്രമിച്ച മറ്റ് ചില വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ട്. അവിടുത്തെ വാർഡനും പരിക്കുണ്ട്. എന്നാൽ മരിച്ച കുട്ടി ഹേമന്ത് ആന്ധ്ര സ്വദേശിയാണ്. അവരുടെ വീട്ടുകാർ പറയുന്നത് ഇരുമ്പ് വടിക്കല്ല തലയ്ക്ക് അടിച്ചിരിക്കുന്നത്, ഇയാളെ കുത്തുകയായിരുന്നു ചെയ്തത്. കത്തി ഉപയോഗിച്ച് കുത്തിയാണ് ആ കുട്ടിയെ ഹേമന്തിനെ കൊന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും ബെല്ലാരിയിലെ ഈ റെസിഡൻഷ്യൽ സ്കൂൾ ഹോസ്റ്റലിലുണ്ടായ ഈ സംഭവം ഇപ്പം പല സ്കൂളിലും കോളേജിലോട്ടൊക്കെ നമുക്കറിയാം. ഇന്ത്യയിലെ പല സംസ്ഥാനത്ത് ഇതുപോലെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ അല്ലെങ്കിൽ യുവ നേതൃത്വം അല്ലെങ്കിൽ യുവാക്കന്മാരും യുവതികളുമെല്ലാം പൊതുവെ എല്ലാ കാര്യത്തിലും വയലൻ്റായ ഒരു ആക്ഷനാണ് നടത്തുന്നത്. അത് ആൺകുട്ടി പെൺകുട്ടി ഭേദമില്ലാതെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം അവിടെ മുതലേ വയലൻസിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് റെസിഡൻഷ്യൽ സ്കൂളിലാണ്, 10ാം ക്ലാസ്സിനകത്തുള്ള സ്കൂൾ വിദ്യാർത്ഥികളാണ്, മൈനറാണ്. രാത്രി ഉറങ്ങിക്കിടന്ന ശേഷമാണ് സഹപാഠി ഈ ഹേമന്ത് എന്ന ആളെ തലയ്ക്ക് കമ്പിക്കടിക്കുകയെന്ന് പറയുന്നുണ്ടെങ്കിലും കുത്തിക്കൊല്ലുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തടയാൻ ശ്രമിച്ച പലർക്കും പരിക്കേറ്റ്, ഇൻക്ലൂഡിങ് വാർഡനും പരിക്കേറ്റിട്ടുണ്ട്. ഒരു നിസ്സാര തർക്കമാണ് ഈ അക്രമത്തിലേക്ക് കലാശിച്ചതെന്നാണ് ആ സ്കൂൾ അധികൃതർ പറയുന്നത്. എത്രത്തോളം ശരിയായ എന്നും നമുക്കറിയില്ല. അതേസമയം ഹേമന്തിൻ്റെ ആൾക്കാർ എല്ലാം വന്നിട്ട് അവരെ ഈ കുട്ടിയെ പരിശോധിച്ചപ്പോഴും അവർ പോസ്റ്റ്മോർട്ടത്തിലും തലയ്ക്ക് കമ്പിക്കുള്ള അടിയല്ല, അത് കുത്തുകയായിരുന്നു ചെയ്തതെന്നും വാർത്തകൾ വരുന്നുണ്ട്. പൊതുവെ സ്കൂളിലെ കുട്ടികളും അത് ലോവർ ക്ലാസ് മുതൽ കേരളത്തിലും കുട്ടികൾ ധാരാളം പേര് വയലൻ്റ് ആകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അഡിക്ഷനാണ് അതിൻ്റെ കാരണങ്ങളുണ്ട്. അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം കുട്ടികളിപ്പം മൈനറായ കുട്ടികൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. അതിന് ചില നിയമങ്ങളും ഒക്കെ ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുതിയതായി കൊണ്ടുവരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 12 വയസ്സിനും 14 വയസ്സിനും 16 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ളവർ ഏതൊക്കെ മേഖലയിൽ അവർക്ക് എൻട്രി ചെയ്യാം, അതിന് പ്രത്യേക നിർദ്ദേശങ്ങൾ വരുന്നു. അത് എത്രത്തോളം പ്രായോഗികമായി നടക്കും എന്ന് അറിയില്ല. കുട്ടികളെല്ലാം വീടുകളിലും അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ മൊബൈൽ ഫോണ് അവരെ ഭീഷണിപ്പെടുത്തിയും മറ്റും അത് യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം തന്നെയാണ്. എല്ലാ വീടുകളിലും അത് സർവ്വസാധാരണമായി. കാരണം അതില്ലാതെ പഠനം കൂടെ ഇന്ത്യയിൽ മുന്നോട്ട് പോകാത്ത അവസ്ഥ വന്നിരിക്കുന്നു. കാരണം പഠനത്തിനും ഈ മൊബൈൽ ഫോണിൻ്റെ അതിനകത്ത് വരുന്ന അവരുടെ ക്ലാസ്സിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും വിവരങ്ങളും വാർത്തകളും പഠിപ്പിക്കുന്ന ചില പാഠഭാഗങ്ങളെല്ലാം മൊബൈലിൽ വരുന്നത് കൊണ്ട് കുട്ടികൾക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല, അത് യൂസ് ചെയ്യുന്നു. അതേ സമയത്ത് കുട്ടികൾ ഇതിനകത്തുള്ള ചില പ്രത്യേക ഏരിയകളൊക്കെ സഞ്ചരിച്ച് അവർ വയലൻ്റ് ആകുന്നതും സമൂഹത്തിനോട് പുച്ഛം തോന്നുന്നതും സമൂഹത്തിൻ്റെ ആ ഓർഡർ അനുസരിച്ച് മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയിലേക്ക് ഈ മൈനറായ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം വന്ന് കഴിഞ്ഞിരിക്കുന്നു. മാനസികമായ വലിയ മാറ്റങ്ങൾ ഇന്ത്യയിലെ യുവാക്കളുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് വളരെ അപകടകരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം അടുത്ത തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിന് വിഘാതമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്ന ഇതുപോലെയുള്ള വാർത്തകളും ഇതുപോലെയുള്ള സംഘടനാ രംഗങ്ങളും അതുപോലെ തന്നെ ഒരു സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഇന്ന് യഥേഷ്ടം കുട്ടികൾക്ക് അവൈലബിൾ ആകുന്നുണ്ട് വീടുകളിലുള്ള മൊബൈൽ ഫോണിലും. അതോടൊപ്പം തന്നെ സ്കൂളിൽ എല്ലാവരും പഠനത്തിന് സഹായിയായി സ്വീകരിക്കുന്നതും മൊബൈൽ ഫോൺ ആയതുകൊണ്ട് കുട്ടികളെ അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ എത്ര റെസ്ട്രിക്ഷൻ വന്നാലും അതിൽ നിന്ന് കുട്ടികളെ മോചിപ്പിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ തന്നെയാണ്
ഈ ബെല്ലാരിയിലെ സംഭവം. അത് മൈനറായ കുട്ടികളാണ്, റെസിഡൻഷ്യൽ സ്കൂളിൽ താമസിക്കുന്നവരാണ്. അവിടെയൊക്കെ യഥേഷ്ടം അവർക്ക് മൊബൈൽ ഉപയോഗിക്കുന്നതിന് സാധിക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും യഥേഷ്ടം അതൊക്കെ ഉപയോഗിച്ചു ഇവർ ഈ വയലൻസിലേക്കും ഡ്രഗ്സിലേക്കുമൊക്കെ കുട്ടികൾ സഞ്ചരിക്കുന്നു. അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ആ രംഗത്തേക്ക് കടന്നു കയറുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ബെല്ലാരിയിലെ സംഭവം അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ തന്നെയാണ്.